ഗന്ധർവവനത്തിൽ കണിക്കൊന്ന തൈ നട്ട് യേശുദാസിന്റെ 84ാം പിറന്നാൾ ആഘോഷം. പരിസ്ഥിതി സംഘടനയായ അടയ്ക്കാപുത്തൂർ സംസ്കൃതി 80ാം പിറന്നാൾ ദിനത്തിൽ 80 വൃക്ഷത്തൈകൾ നട്ട് തുടക്കം കുറിച്ച പദ്ധതിയിലാണ് 84ാമത്തെ വൃക്ഷത്തൈ നട്ടത്. അടയ്ക്കാപുത്തൂർ സംസ്കൃതി എന്ന പരിസ്ഥിതി സംഘടനയെ സംബന്ധിച്ചോളം ഞങ്ങൾ വളരെ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ആൾക്കാരാണെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം ഈ 84ാം പിറന്നാളിന് 84ാമത്തെ വൃക്ഷം നമ്മൾ ദാസേട്ടൻ്റെ 80ാം പിറന്നാളിന് അദ്ദേഹത്തിൻ്റെ ജന്മനക്ഷത്ര വൃക്ഷമായ ഉത്രാടം നാള് പ്ലാവ് തൈ നട്ടിട്ടാണ് ഇവിടെ ഗന്ധർവ വനം എന്നൊരു സംഭവം അല്ലെങ്കിൽ ഒരു സൃഷ്ടി ഇവിടെ ചെയ്തിട്ടുള്ളത്, അത് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. അത് 81-ൽ 81ാമത്തെ പിറന്നാളിന് 81ാമത്തെ തൈ നട്ടു, 82-ൽ നട്ടു, 83-ൽ നട്ടു. ഇപ്പോൾ 84ാമത്തെ തൈ കണിക്കൊന്നയാണ് ഇന്ന് നടാൻ പോകുന്നത്. പെരിന്തൽമണ്ണ അരക്കുപറമ്പ് മാട്ടറയിൽ കറുത്തേടത്ത് സാവിത്രി ശ്രീകുമാരൻ നമ്പൂതിരി സ്മാരക സ്മൃതി വനത്തിലാണ് ഗന്ധർവവനം ഒരുക്കിയിട്ടുള്ളത്. മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി മകൻ ദാമോദരൻ ഉണ്ണി നമ്പൂതിരിയാണ് ഏകദേശം 1 ഏക്കർ സ്ഥലത്ത് സ്മൃതി വനവും 1 ഏക്കർ സ്ഥലത്ത് ഗന്ധർവവനവും ഒരുക്കിയിട്ടുള്ളത്. വൃക്ഷത്തൈകളെ നട്ടുകൊണ്ട് ഒരു പുതിയ സമ്പ്രദായം ജനങ്ങളിൽ ബോധവൽക്കരിക്കാൻ വേണ്ടി എൻ്റെ ഈ പ്രവർത്തനം സഹായിക്കുമെങ്കിൽ അത് വളരെ സന്തോഷകരമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഞാൻ ആരുടെയും ഒരു കാര്യവും ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കുന്നുമില്ല. ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവിടെ വരാം, ചോദിക്കാം, പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെ സഹകരിപ്പിക്കും. അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ഈ വർഷം നടപ്പിലാക്കുന്ന പൊൻകണി 2024 പദ്ധതിയുടെ ഭാഗമായി പ്രശസ്ത ഗാനരചയിതാവ് PC അരവിന്ദൻ കണിക്കൊന്ന തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ഇത് കാലത്തിൻ്റെ ആഹ്വാനമാണ് നിങ്ങൾ നിറവേറ്റുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാനും ഇതിൻ്റെ ഒരു ഭാഗമായി ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. പിന്നെ ദാസേട്ടൻ്റെ ശതാഭിഷേകം ആഘോഷിക്കുന്ന വേളയിൽ ഇത് ഇങ്ങനൊരു മഹാകർമ്മം ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യം ഞാൻ കാണുന്നില്ല. ദാസേട്ടനായിട്ട് ഞാനൊരു ദൈവത്തിനെ പോലെയാണ് അതിഥനെ കാണുന്നത്. സത്യത്തിൽ ഒരു മഹാമനസ്സാണ് ദാസേട്ടൻ പാട്ടുകാരനാണ്, എല്ലാവർക്കും വലിയ സംഗീതജ്ഞനാണ്. അതിൻ്റെ അപ്പുറം വളരെ വിശാലമായിട്ടുള്ള ഈ ലോകത്തിൻ്റെ പരന്ന കാഴ്ചപ്പാട് കൂടെ കാണാൻ പറ്റുന്ന കണ്ണും മനസ്സും അദ്ദേഹത്തിനുണ്ട്. അടയ്ക്കാപുത്തൂർ AUP സ്കൂളിൽ 84 വിദ്യാർത്ഥികൾക്ക് 84 കണിക്കൊന്ന തൈകളും വിതരണം ചെയ്തു. ചടങ്ങിൽ കറുത്തേടത്ത് ദാമോദരൻ ഉണ്ണി നമ്പൂതിരി, സംസ്കൃതി പ്രവർത്തകരായ രാജേഷ് അടയ്ക്കാപുത്തൂർ, UC വാസുദേവൻ, ജയദേവൻ, സനിൽ, അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു. CCN ചെറുപ്പുളശ്ശേരി.